ഹായ് ഗൈസ്, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ 5:30 എഴുന്നേറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം ആൾ വരാൻ. നമുക്ക് അങ്ങോട്ടേക്ക് നടന്ന് അവിടെ എത്തിയിട്ട് വേണം. പിന്നെ ഒരു ജീപ്പ് വരും, എന്നിട്ട് മീശപ്പുലിമല വരെ അതിൻ്റെ താഴെ വരെ എത്തി. പിന്നെ നമ്മൾ ട്രക്ക് ചെയ്ത് കയറുക. ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ, പോകാൻ 4 കിലോമീറ്റർ, വരാനും 4 കിലോമീറ്റർ. അങ്ങനെയാണ് നമ്മുടെ ട്രക്ക്. നമ്മളിവിടെ പ്രിപ്പറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിനീശ്വര ഷൂ ഇടുന്നു. നമ്മൾ ചെറിയൊരു സ്നാക്സൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വിശന്നാൽ കഴിക്കാൻ വേണ്ടി കുറച്ച് പഴം, ബ്രെഡ് എല്ലാം ഗൈസ്. അപ്പം നമുക്ക് ഡേ 2 വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ ജീപ്പിൽ കയറി. ഇപ്പോൾ ഒരു 6:30 സമയമാണ്. ഈ സമയത്ത് നമ്മൾ എത്തിയും തോന്നും മലയുടെ താഴെ എത്തി എന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് പോകണം. അതാണ് നമ്മുടെ ഇന്നത്തെ അജണ്ട. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൺ ദ വേ റൂട്ടും അവിടെ എത്തിക്കഴിഞ്ഞുള്ള വ്യൂവും എല്ലാം നമുക്ക് ഇന്ന് കാണാം. ഗൈസ്, വി ആർ സോ എക്സൈറ്റഡ്. നിനീഷ്, ആർ യു എക്സൈറ്റഡ്? യെസ് ഗൈസ്, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. റാഡോ മാൻഷനാണ് ഈ പുറകിൽ കാണുന്നത്. ഇന്നലെ പറഞ്ഞ വ്ളോഗിൽ റാഡോ മാൻഷൻ, കൈ കോട്ടേജ്, പിന്നുള്ളത് ടെൻറ്റ്. അതിൽ റാഡോ മാൻഷനാണ് ഈ പുറകിൽ കാണുന്നത് ഗൈസ്. പിന്നെ ഇതന്നെ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, നല്ല കാറ്റ് വന്നു. അപ്പോൾ നമ്മൾ മുകളിലെത്തുമ്പോഴത്തേലും കാറ്റായിരിക്കും ഗൈസ്. നമുക്ക് കാണാം. ഗൈസ്, ഇതാണ് 3ാമത്തെ സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നത്, റാഡോ മാൻഷൻ. ഇവിടെ അടിഭാഗത്തായിട്ട് റൂംസ് ഉണ്ട്. ഈ ബിൽഡിംഗ് തിരിച്ചു വരുമ്പോൾ അവർ തുറന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റിൽ നിൽക്കുന്ന സ്റ്റേ. ഇവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിലും എന്താ പറയുക, ഒരാൾക്ക് ഏകദേശം 3000 സംതിങ് തന്നെയാണ് അത് പെർ ഹെഡ്. ബ്രേക്ക്ഫാസ്റ്റും ഫുഡും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഈ ഒരു വഴി അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകണം. മീശപ്പുലിമലയിലേക്കുള്ള ഡയറക്ഷൻ. അത്യാവശ്യം നല്ല അടിപൊളി ഹൈറ്റിലായിരിക്കണേ. മീൻസ് അടുത്തുനിന്ന് വേറൊരു മല കാണുന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ കോടയാണ്, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും കോടയൊക്കെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുവഴിയാണ് മുന്നോട്ട് പോകേണ്ടത്. അവിടെ ഒരു പാസേജ് ഉണ്ടല്ലേ, ഇവിടെയൊക്കെ ആണെങ്കിലും ക്യാമ്പ് ഫയറൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും കംപ്ലീറ്റ്ലി. ഈ റൂംസൊക്കെ ബെറ്റർ ആട്ടോ. ഗ്രൂപ്പായിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കും. അത്യാവശ്യം നല്ല കോടയുണ്ട്. നമ്മൾ വന്ന ടൈം അത്ര ശരിയല്ലായിരുന്നു. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് വെളുപ്പിനും 5 മണിക്കൊക്കെ നല്ല മഴയുണ്ടായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നു വ്യൂ കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. പക്ഷേ എന്നാലും നമുക്ക് ട്രക്ക് ചെയ്ത് മുകളിൽ വരെ പോയി നോക്കാം. നല്ല ഇതിൽ കോട അടിച്ച് കയറുന്നുണ്ട്. ജീപ്പ് മുകളിൽ വരാനാണെങ്കിൽ പിന്നെ ഞാൻ ട്രക്ക് ചെയ്യാൻ വന്നേ. ഇങ്ങോട്ട് മുകളിലോട്ട് വന്നപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു 4-5 കിലോമീറ്റർ ജീപ്പ് ട്രക്ക് ഉണ്ടായിരുന്നു. ഇല്ല, കയറി ആരംഭിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആവണച്ച് ഇപ്പായി. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. അതിലൂടെ നിന്നാ കമോൺ ബ്രോ, ഷെയർ ദ എക്സ്പീരിയൻസ്. ഇനിയും വരണം. ഇത് തുടങ്ങുന്നത്ര, ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ടീച്ചറാക്കാ Alex, share the experience. Pretty cloudy so far. Let's hope the sun will come out. Yeah. Kerala is incredible. Love the greenery. Yeah. He is Alex. He is from Ukraine. He came for exploring Kerala. So near to Fort Kochi there is a
normal shop called Vellakandari. You will get fresh fish, all the types of fishes, curry, everything there. It's near to Waipin. എന്നെ വെള്ളോട്ട് ഇറക്കും എന്നെ മേലോട്ട് ഇറക്കും ഇനി മേലോട്ട് കയറിക്കോളാൻ. ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞാൽ ഈഗിൾ ഫേൺസ് അല്ലേ? ഈഗിൾ ഫ്രണ്ട്സ്. ഈഗിളിന്റെ ഷേപ്പുള്ളതുകൊണ്ട് ഈഗിൾ ഫേൺസ്. ഇത് കടിഞ്ഞ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ചെടിയാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അയ്യോ അതാരാ പ്രേതോ? ചെളിയാണ്ടാ. എവിടെയൊക്കെ ഉരുണ്ട് വീണിട്ട് വന്ന് മരത്തിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇത് ഈ മരം നമുക്ക് അറിഞ്ഞൂടാ. സൂര്യനെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റ് മലയാണ്, പക്ഷേ നല്ല കാറ്റുണ്ട്. എങ്ങനെയുണ്ട്? പഴയ കാണിച്ചു പറ്റിക്കുന്നു ഗൈസ്. മുമ്പത്തെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ആ ഭാഗത്തായിരുന്നു. അടിപൊളിയാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം. ആ ബേസ് ക്യാമ്പിൽ വരാൻ പറ്റിയ ആൾക്കാർക്കൊക്കെ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. 500 മീറ്റർ ഉണ്ടായിട്ട് 100 രണ്ട് മൃഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കരടി, രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് വൈൽഡ് ലൈഫ്, ഫസ്റ്റ് വരുന്നത് കരടിയാണ്. നമ്മളിത് പോവാണ് ഗൈസ്. നമ്മൾ ഈ സ്ഥലമൊക്കെ വിട്ട് പോവാണ്. എനിക്ക് 2 ഓർബിറ്റ് വന്നു. ഓക്കെ, ബൈ ബൈ ഡൊമേഷൻ, ബൈ ബൈ വിഷപ്പുലിമയ. ഗൈസ്, നമ്മുടെ ചെക്കൗട്ട് ടൈം ആയിരിക്കുകയാണ്. 1 മണി ആവാറായി. നമ്മൾ ഇന്നലെ വന്നപ്പോൾ അവിടെ കുറിഞ്ചി വാട്ടർഫാൾസ് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മൊത്തം കോട കയറിയിട്ടൊക്കെയാണ്. ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. പോയല്ലേ അപ്പാ?
കുടമൂടി മാറി തെളിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ വിട്ട് പോവാണ് ഗൈസ്. നമ്മുടെ അപ്പോൾ മീശപ്പുലിമല സീരീസ് കഴിയാണ്. ഇവിടെ ചെറിയൊരു ഹൗസ് കൂടി പോകുന്നുണ്ട് അവിടെ ലൈൻ പോലെ. അങ്ങനെ നമ്മൾ ഇന്നലെ നിന്നത് കോട്ടേജ് ഇതായിരുന്നു. ഡയറക്റ്റ് വ്യൂ ആണ്. അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിച്ചിറങ്ങുവാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയും, പുട്ടിനകത്ത് മറ്റേ ക്യാരറ്റൊക്കെ ഇട്ട പുട്ടായിരുന്നു. സോഫ്റ്റ് പുട്ടായിരുന്നു. പുട്ടും പഴവും കടലയും ഉണ്ടായിരുന്നു. ആ, നമ്മൾ ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റ് ലെവൽ വിചാരിച്ച് വരരുത്. നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടും ആ രീതിയിൽ. അപ്പോൾ കൂടുതൽ പ്രതീക്ഷകളായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നിരുത്സാഹപ്പെട്ടേക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ ഒന്ന് ഇതായിട്ടേക്കാം. പക്ഷെ നമുക്ക് കൊടുക്കുന്ന പൈസക്കുള്ള വെറുത്തുണ്ട്. അങ്ങനെ ഓക്കെ. ദെൻ ഇനിയിപ്പോൾ നേരെ ചെന്നിട്ട് ലഞ്ചുണ്ട്. ലഞ്ച് കഴിച്ചിട്ട് ലഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ ഓക്കെ. അപ്പോൾ ബൈ ബൈ ബൈ. മറ്റേ ഇന്നലെ പറഞ്ഞ ആ കറി ഞാൻ ഏതായാലും ട്രൈ ചെയ്ത് നോക്കുന്നത് ഗൈസ്. അപ്പം നമ്മളിവിടെ വിട്ട് പോവാണ് ഗൈസ്. നമുക്ക് ചോറും മുട്ടക്കറിയും ആ ഫുഡൊക്കെ അവരുടെ നല്ല അടിപൊളിയാണ്. സാലഡും ഉണ്ടായിരുന്നു. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് മിസ്സാവും. അതുപോലത്തെ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് അറിയാം ഇവിടെ ഒരു ഹട്ട് പോലെ ഒരു നല്ലൊരു കാണാൻ ഭംഗിയുള്ള 2 ടെൻറ്റുകൾ. അതുപോലെ ഒരു ഏരിയ മൊത്തം അടിച്ച് വെക്കും. ഇതിപ്പോൾ സീസണല്ല. സീസൺ അല്ലാത്തപ്പോൾ നമുക്കിങ്ങനെ പീസായിട്ട് ആൾക്കാരൊന്നും ഇല്ലാണ്ട് വരാം. പക്ഷേ സീസണിൻ്റെ സമയത്ത് നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കണക്ഷൻസ് കിട്ടും. നമുക്ക് എല്ലാവരോടൊക്കെ സംസാരിച്ച് അടിച്ച് പൊളിച്ച് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ട്രിപ്പിലൊരു ഉക്രൈൻ ഒരു ആളെ കണ്ടു. ഇങ്ങനെ കേരള ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആളോടും കുറേ സംസാരിച്ച് ആ ഒരു വൈബ് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്താണ് കഴിച്ച് ഇനി നമുക്ക് ജീപ്പിലേക്ക് കയറി നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ബൈ ഫ്രം ഡെല്ല ആൻഡ് നിനീഷ്. ഓക്കെ.